സുഹൃത്തുക്കളെ നമസ്കാരം. आज मैं कहता हूँ कि जब हम पासपोर्ट लेके इमिग्रेशन ऑफिस में खड़े होते हैं, when they look at it, I'm talking about being in abroad, they look at it with lot of respect, and they like सीधे उनके मुंह से निकलता है, oh, you come from the country of Modi. എങ്ങനെയുണ്ട്? കേട്ടല്ലോ അല്ലേ? നിങ്ങൾ ഒരു ഫോറിൻ രാജ്യത്ത് ചെന്ന് എമിഗ്രേഷൻ കൗണ്ടറിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അവർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓ വൗ, നിങ്ങൾ മോദിയുടെ രാജ്യത്ത് നിന്നാണ് അല്ലേ വരുന്നത് എന്ന് വളരെ ബഹുമാനത്തോടെ ചോദിക്കുമെന്ന്. ഇങ്ങനെയൊക്കെയാണ് മോദിയും മോദിക്ക് വേണ്ടി സ്തുതി പാടുകയും ചെയ്യുന്ന കൂലികളും ഇന്ത്യയിലെ മന്ദഭക്തരെ കഴിഞ്ഞ 11 വർഷത്തിലധികമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാസ്തവം മറിച്ചാണ് എന്ന് വിവേകമുള്ള എല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്ന ഒരു വിദ്യാർത്ഥിയെ അമേരിക്കൻ പോലീസ് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ മോദിയുടെ കീഴിൽ ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും വില വിദേശ രാജ്യങ്ങളിൽ എത്രത്തോളമാണെന്ന് വളരെ വ്യക്തമാവും. ഇന്ത്യൻ അമേരിക്കൻ വ്യവസായിയായ കുനാൽ ജെയിൻ നേരിട്ട് കണ്ട ഒരു സംഭവമാണ് എക്സിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. അമേരിക്കയിലെ ന്യൂയോർക്കിന് സമീപമായുള്ള ന്യൂജേഴ്സിയിലെ ന്യൂവാർക്ക് എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നതാണ് ഇത്. അതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഞാൻ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ ന്യൂവാർക്ക് എയർപോർട്ടിൽ നിന്ന് നാട് കടത്തുന്നത് നേരിട്ട് കണ്ടു. കൈകളിൽ വിലങ്ങണിയിച്ച് ഒരു കൊടും കുറ്റവാളിയെ പോലെയാണ് ആ വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്തത്. അവൻ അലറി കരയുന്നുണ്ടായിരുന്നു. അമേരിക്കൻ സ്വപ്നം തേടിയാണ് അവൻ ഇവിടെ എത്തിയത്, അല്ലാതെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല. ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയം തകർന്ന് നിസ്സഹായനായി ഇത് കണ്ടു നിൽക്കേണ്ടി വന്നു. ഇത് ഒരു മാനുഷിക ദുരന്തമാണ്. അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചത്. ഹൃദയഭേദകമായ ഈ വീഡിയോ കണ്ടുകൊള്ളൂ. ആ വിദ്യാർത്ഥിയെ തറയിലേക്ക് പിൻ ചെയ്ത് കൈകൾ പിന്നിലേക്ക് വലിച്ച് അതിക്രൂരമായി വിലങ്ങി വയ്ക്കുന്നു. എന്ത് കുറ്റമാണ് സ്റ്റുഡന്റ് വിസയിൽ ലീഗലായി അമേരിക്കയിലെത്തിയ ഈ വിദ്യാർത്ഥി ചെയ്തത്? വളരെയേറെ പ്രതീക്ഷകളോടെ ഒരുപക്ഷെ ഇല്ലാത്ത പണം മുടക്കിയാവും അമേരിക്കൻ ജീവിതം സ്വപ്നം കണ്ട് അവൻ ഇവിടെ എത്തിയത്. എന്നാൽ ലോകത്തെല്ലാം പെരുമ്പറ മുഴക്കുന്ന നോൺ ബയോളജിക്കൽ വിശ്വഗുരുവിന്റെ യഥാർത്ഥ പെരുമ്പറ മുഴക്കമാണ് നമ്മൾ ഇവിടെ കണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് ന്യൂസുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഇല്ലാത്ത ഇമേജിന്റെ വല്ലാത്ത രൂപമാണ് നമ്മളീ കണ്ടത്. ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്തെ വിദ്യാർത്ഥികളെ ഇതുപോലെ കൊടും കുറ്റവാളികളെ പോലെ കൈകാര്യം ചെയ്യാൻ ആ രാജ്യങ്ങൾ അനുവദിക്കുമോ? ഇവൻ ചൈനയിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ട്രംപിന്റെ പോലീസും ധൈര്യപ്പെടുമോ? ഇവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഏക ധൈര്യം ഒരു പൈസയുടെ ഗുണമില്ലാത്ത, ഒരു കഴിവും നട്ടലുമില്ലാത്ത മോദി എന്ന ആൾ പ്രധാനമന്ത്രിയായ രാജ്യത്ത് നിന്നാണ് ഈ വിദ്യാർത്ഥി വന്നത് എന്നത് മാത്രമല്ലേ? ലോകത്തെ മൊത്തം വെറുപ്പിക്കുന്ന വിശ്വഗുരുവിന്റെ ലേസർ കണ്ണുള്ള വിദേശകാര്യമന്ത്രി ജയശങ്കർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? എന്താണ് അമേരിക്കയും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളും യാതൊരു കൂസലുമില്ലാതെ പാവപ്പെട്ട ഇന്ത്യക്കാരുടെ മേൽ മാത്രം കുതിര കയറുന്നത്? ഇതിനു മുൻപ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയപ്പോൾ ചങ്ങല കൊണ്ട് ശരീരമാസകലം ബന്ധിച്ച്, ഫ്ലൈറ്റിൽ പോലും അവരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അനങ്ങാനാവാത്ത രീതിയിൽ മിലിറ്ററി ഫ്ലൈറ്റിൽ തീവ്രവാദികളെ പോലെ ഇന്ത്യയിലേക്ക് കൊണ്ട് ഇറക്കിയത്. എന്നാൽ അതിനെ അപലപിക്കുന്നതിനും അതിന്റെ പേരിൽ അമേരിക്കയോട് വിശദീകരണം ആവശ്യപ്പെടുന്നതിനും പകരം മോദിയും കൂട്ടരും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. യാതൊരു നാണവും മാനവും ഇല്ലാതെ, ഇന്ത്യക്കാരുടെ മാനത്തിനും അഭിമാനത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ പറഞ്ഞത് ഓരോരോ രാജ്യങ്ങൾക്കും അവരുടെ ഒരു രീതിയുണ്ട്, അതുകൊണ്ടാണ് ചങ്ങലക്കിട്ട് ഇന്ത്യക്കാരെ നാട് കടത്തിയത് എന്നാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങൾ ഒന്നും, പാവപ്പെട്ട രാജ്യമായ കൊളംബിയ പോലും അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇതുപോലെ നാണം കെടുത്തി ചങ്ങലക്കിട്ട് കയറ്റിവിടാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ നിയമപരമായി സ്റ്റുഡന്റ് വിസയിൽ അമേരിക്കയിൽ എത്തിയ വിദ്യാർത്ഥികളെ ഇതുപോലെ തെരുവു പട്ടിയെ പോലെ അല്ലെങ്കിൽ തീവ്രവാദികളെ പോലെ മനുഷ്യത്വപരമായ യാതൊരു പരിഗണനയും നൽകാതെ നാട് കടത്തുന്നത്. എന്ത് കുറ്റമാണ് ഈ പാവം വിദ്യാർത്ഥി ചെയ്തത്? അവൻ സ്വമനസാലെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആകെയുള്ള ഒരു കാര്യം, മന്ദഭക്തരുടെ വിശ്വഗുരുവിന്റെ നാട്ടിൽ നിന്ന് ഉള്ളവനാണ് അവൻ എന്നുള്ളതാണ്. അത് ആ വിദ്യാർത്ഥിയുടെ കുറ്റമല്ലല്ലോ. ട്രംപിന് വേണ്ടി അമേരിക്കയിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ആളാണ് മോദി. ട്രംപിനെ
ഗുജറാത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് നമസ്തേ ട്രംപ് നടത്തി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എന്ന് തരം കിട്ടുമ്പോഴൊക്കെ പറയുന്ന ആളാണ് മോദി. എന്നാൽ മോദിയുടെ കൂട്ടുകാരൻ മോദിയോടും മോദിയുടെ രാജ്യത്തെ പൗരന്മാരോടും പെരുമാറുന്നത് പേപ്പട്ടികളോട് പെരുമാറുന്നത് പോലെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം വരെ താൻ നിർത്തിച്ചവനാണ് എന്നാണ് ഒരു നാണവും മടിയുമില്ലാതെ വിശ്വഗുരു മന്ദഭക്തർക്ക് വേണ്ടി വിളിച്ചു കൂവിയത്. അത് ശരിയാണ് എന്ന് പറഞ്ഞ് മന്ദഭക്തരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ചിത്രം കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ചങ്ക് പൊട്ടണം. ഇതിന് ഒരേ ഒരു കാരണം നട്ടല്ലില്ലാത്ത കഴിവില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും BJPയുടെ കേന്ദ്ര മന്ത്രിസഭയും മാത്രമാണ്. മുൻപ് ഒരു വിവേകമില്ലാത്ത മന്ദഭക്തൻ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു. 2014 മുൻപ് അമേരിക്ക ഇന്ത്യയോട് ചോദിക്കുമായിരുന്നു നിങ്ങൾ ആരാണ് എന്ന്. എന്നാൽ മോദി വന്നതോടുകൂടി ഇപ്പോൾ ഇന്ത്യ അമേരിക്കയോട് ചോദിക്കുകയാണ് നീ ആരാണ് എന്ന്. ഇങ്ങനെയൊക്കെയാണ് വാട്സാപ്പിലൂടെ വരുന്ന ഫേക്ക് മെസ്സേജുകൾ. അതൊക്കെ കണ്ടാണ് തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത മണ്ടന്മാർ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യമെല്ലാം ദിനം പ്രതിയാണ് പുറത്തു വരുന്നത്. ഇവിടെ മോദി പറയുന്നത് കേട്ടോ. मिस्टर डोनाल्ड ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प, नमस्ते ट्रम्प। प्रेसिडेंट ट्रम्प ने न सिर्फ भारत का गौरव बढ़ाया है बल्कि अमेरिका में रहने वाले भारतीयों को भी सम्मान दिया है. പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുടെ മാന്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതുകൂടാതെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയും വളരെയധികം ബഹുമാനിക്കുകയാണ് എന്ന്. വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് ഇല്ലാത്ത വിടുവായത്തം വിളിച്ചു പറഞ്ഞ് അത് കേട്ട് മന്ദഭക്തരെല്ലാം ആത്മനിർവൃതി കൊണ്ടതാണ്. പക്ഷേ ഇതിന്റെ വാസ്തവം എന്തൊക്കെയാണ് എന്ന് കണ്ടല്ലോ. ലോകമെമ്പാടും മോദിയും മോദിയുടെ കൂട്ടരും കാരണം ഇന്ത്യക്കാരുടെ വില ഇല്ലാതായിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഒരു രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കാത്തതിന് കാരണവും ഇത് തന്നെയാണ്. ഇന്ത്യൻ അമേരിക്കൻ വ്യവസായി ആബി ഡാൻഡിയ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊള്ളൂ. फिफ्थ लार्जेस्ट इकोनॉमी, फलाना डिमकाना, बुलेट ट्रेन, मुझे कोई लेना देना नहीं है. मुझे लेना देना है कि जब देश के बच्चे बाहर जाते हैं क्या वो सिक्योर्ड है या नहीं है, अपने देश में है या नहीं है, वो आपको पता है कि आपका बच्चा है या नहीं है. देखो यूएस के अंदर 7 या 8 इंडियन एम्बेसीज और काउंसुलेट्स हैं. ये करती क्या है, इनका काम क्या है, कभी पूछा है आप लोगों ने? इनकी तनख्वाहें कौन देता है? ये करोड़ों रुपए के जो रेंट जाते हैं साल के इनके, वो कौन देता है? वो आप ही देते हो जिनके बच्चे अमेरिका पढ़ने आ रहे हैं और उनकी सिक्योरिटी नहीं है. देखो भाई, गाली गलौज करने से पहले सुन लो. मेरे दोनों बेटे यहाँ ग्रेजुएट्स हुए हैं, ठीक है, यूएस यूनिवर्सिटीज में है. यहाँ मैं कई इंडियन स्टूडेंट्स को जानता हूँ. आज की तारीख में इंडियन स्टूडेंट जो इंडिया से पढ़ने आ रहे हैं यहाँ पे, वो जितने डरे हुए हैं, हेल्पलेस है, वल्नरेबल है, वो कभी नहीं थे. वो कभी भी नहीं थे, ठीक है. वो उनसे फोन करके पूछ लो. वो डरे हुए हैं, उनके साथ कभी कुछ हो सकता है. और एक बात बताइए, कोई अमेरिकन स्टूडेंट को आप इसी तरह ट्रीट करके बता दें इंडिया में या चलिए दुनिया के किसी भी कोने में, आपको अंदाजा लग जाएगा कि सुपर पावर की एम्बेसी क्या करती है. അഞ്ചാമത്തെ വലിയ എക്കോണമി, ബുള്ളറ്റ് ട്രെയിൻ എന്നിങ്ങനെയുള്ള അവകാശവാദങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. രാജ്യത്തെ കുട്ടികൾ വിദേശത്ത് പോകുമ്പോൾ അവർ സുരക്ഷിതരാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ശ്രദ്ധ. അമേരിക്കയിൽ 7-8 ഇന്ത്യൻ എംബസികൾ ഉണ്ട്. അവരുടെ ജോലി എന്താണ്? ഇതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇവരുടെ ചെലവുകൾ ആരാണ് വഹിക്കുന്നത്? കോടിക്കണക്കിന് വരുന്ന വാടക ആരാണ് കൊടുക്കുന്നത്? ഇന്ത്യയിലെ കുട്ടികൾ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് സുരക്ഷിതത്വമില്ല. എന്നെ തെറി പറയുന്നതിന് മുൻപ് ഒന്ന് കേൾക്കൂ. എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ ഇവിടെയാണ് പഠിച്ചത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് അവർ ബിരുദമെടുത്തത്. ഇവിടെ പഠിക്കുന്ന വളരെയേറെ വിദ്യാർത്ഥികളെ എനിക്കറിയാം. ഇന്ന് ഇവിടെ പഠിക്കാൻ വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ എത്രയേറെ ഭയപ്പാടിലാണ്, എത്ര നിസ്സഹായരാണ്. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദുരവസ്ഥ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടില്ല. അവരോട് ഫോൺ ചെയ്ത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവർ വളരെയേറെ ഭയപ്പാടിലാണ്. അവർക്ക് എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള കാര്യത്തിൽ. ഒരു കാര്യം പറയൂ, ഏതെങ്കിലും ഒരു അമേരിക്കൻ വിദ്യാർത്ഥിയെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്ന് കൈകാര്യം ചെയ്തു നോക്കൂ. ഇന്ത്യയിലെന്നല്ല, ലോകത്തെ ഏതെങ്കിലും സ്ഥലത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സൂപ്പർ പവറിന്റെ
എംബസി എന്താണ് ചെയ്യുന്നത് എന്ന്. इंडियन एम्बेसीज और काउंसलेट्स पिछले 5-7 साल में कोई काम नहीं करते, कुछ नहीं, सिर्फ वीजा का काम है, इनका कोई प्रोटेक्शन का काम नहीं है. जो इंडियन एम्बेसी और काउंसलेट इसीलिए होते हैं कि जब इंडियन आए उधर तो उनको प्रोटेक्ट करें अगेंस्ट एनी कोई रॉन्ग डूइंग हो गई उनके साथ, कोई चीना जप्टी हो गई, किसी ने लूट लिया, किसी ने बलात्कार कर लिया उनका, तो वहां पे इंडियन एम्बेसी आती है. हमारी इंडियन एम्बेसीज करती क्या है आज तक सवाल किसी ने किया नहीं है. और मैं रिपीट कर रहा हूँ, यूएस स्टूडेंट को इंडिया में अगर कोई पढ़ रहा हो इसी तरह ट्रीट करके दिखा दीजिए आप. ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും കഴിഞ്ഞ 6-7 വർഷമായി യാതൊരു ജോലിയും ചെയ്യുന്നില്ല. ഇന്ത്യൻ എംബസിയുടെ കടമ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ആണ്. അവർക്കെതിരെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ, അവരെ മിസ്ട്രീറ്റ് ചെയ്താലൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസി ഇടപെടേണ്ടത്. നമ്മുടെ ഇന്ത്യൻ എംബസി എന്താണ് ചെയ്യുന്നതെന്ന് ഇതുവരെ ആരും ചോദിക്കാൻ മെനക്കെട്ടിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ വിദ്യാർത്ഥിയെ ഇന്ത്യയിൽ ഇങ്ങനെയൊന്ന് ട്രീറ്റ് ചെയ്ത് കാണിക്കൂ. അദ്ദേഹം ഇനിയും കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അമേരിക്കയിലെ എന്നല്ല, ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ എംബസികൾ ഇപ്പോൾ BJPയുടെ ഒരു വിദേശത്തുള്ള ഓഫീസായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതല്ലാതെ യാതൊരു ഗുണവും അവരെ കൊണ്ടില്ല. മോദി വന്നതോടുകൂടി എല്ലാം നശിപ്പിച്ചു. ലോകമെമ്പാടും ഇന്ത്യയും ഇന്ത്യക്കാരും ദിനം പ്രതിയാണ് മാനം കെടുന്നത്. എന്നാൽ ഇതിനെതിരെ ഒരു വാക്കുരിയാടാൻ, ചെറുവിരൽ അനക്കാൻ മോദിക്കും കൂട്ടർക്കും നട്ടലില്ല. ഇതെല്ലാം കണ്ടിട്ട് മന്ദഭക്തർ യാതൊരു നാണവുമില്ലാതെ ന്യായീകരിച്ച് താഴെ എഴുതും ഓരോ രാജ്യവും അവരുടെ രീതിയിലാണ് നിയമപാലനം നടത്തുന്നത് എന്ന്. നിയമം ലംഘിച്ചവരെ പിന്നെ മാലയിട്ട് സ്വീകരിക്കണോ എന്നൊക്കെ. ഈ മന്ദഭക്തരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു അമേരിക്കൻ പൗരനെ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്തു നോക്ക് ഇന്ത്യയിൽ വെച്ച്. അപ്പോൾ വിവരം അറിയും. അതാണ് നട്ടലില്ലാത്തവർ ഭരിക്കുമ്പോൾ സംഭവിക്കുന്നത്, കഴിവില്ലാത്തവർ ഭരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ വിദ്യാർത്ഥി സ്റ്റുഡന്റ് വിസയിൽ നിയമപരമായി അമേരിക്കയിൽ എത്തിയതാണ്. അവനെയാണ് എയർപോർട്ടിൽ പട്ടിയെപ്പോലെ നിലത്തിട്ടടിച്ച് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത്. പാവത്തിന് അലറിക്കരയാനല്ലാതെ വേറൊന്നിനും കഴിയില്ലല്ലോ. വിശ്വഗുരുവിന്റെ നാട്ടിൽ നിന്നായതിനാൽ യാതൊരു സഹായവും ഒരിടത്തു നിന്ന് ലഭിക്കില്ല എന്ന് അവന് അറിയാം. ഇനിയും നിങ്ങൾ യാതൊരു നാണവുമില്ലാതെ പറഞ്ഞുകൊണ്ട് നടന്നുകൊള്ളൂ. മോദി വിശ്വഗുരു ആണെന്നും ലോകം മൊത്തം മോദിയെ ബഹുമാനിക്കുകയാണെന്നും, ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആളുകൾക്ക് മൊത്തം വലിയ ബഹുമാനമാണെന്നും, മോദി ഇന്ത്യയെ അങ്ങോട്ട് വളർത്തി വലുതാക്കിയിരിക്കുകയാണെന്നും. അല്ലെങ്കിൽ പറഞ്ഞുകൊള്ളൂ, ഇന്ത്യ മോദിയുടെ കീഴിൽ ഇങ്ങനെ കുതിച്ചു വരുന്നത് കണ്ടുള്ള അസൂയയാണ് ഇതൊക്കെ എന്ന്. കാരണം നിങ്ങളെ കൊണ്ട് അതിനെ കൊള്ളുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?